Hey, good morning. Hi, good morning. How are you? Fine. അമ്മേൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ? അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് നീയും അച്ഛനും. ഫസ്റ്റ് ഫ്രണ്ട് അച്ഛൻ, അത് കഴിഞ്ഞിട്ട് നീ. അല്ല, വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി കുറേ അറിയാത്തതും അറിയുന്നതുമായ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര ലൈക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ. നമ്മളെ നല്ല കാര്യങ്ങളായാലും മോശം കാര്യങ്ങളായാലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലൈക്ക് തരിക, ഇതൊക്കെയല്ലേ ഇന്നത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സിനെ മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലാണെങ്കിൽ നമുക്ക് അവരുടെ ക്യാരക്ടർ കുറേ കാലങ്ങൾ എടുക്കണമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇടുക. അപ്പോൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല ഫ്രണ്ട്സ്, അപ്പം നമ്മളെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. സോഷ്യൽ മീഡിയയെ നമുക്ക് രണ്ടായിട്ട് മനസ്സിലാക്കാം. ഏതൊരു കാര്യത്തിനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണ്, അതുപോലെ മോശം രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് മോശം.